കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ദേവേന്ദ്രൻ്റെ സ്തുതി കഴിഞ്ഞിട്ട് ദേവേന്ദ്രൻ പറയണല്ലേ, അയോധ്യ നിവാസികൾ ഈ അയോധ്യ നിവാസികൾ മുഴുവൻ അങ്ങ് അയോധ്യയിലേക്ക് വരണത് സൽക്കരിക്കാനായി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും വരുന്നുണ്ട് അവരുടെ സന്തോഷം കാണാനായിട്ട്. ഇപ്പോൾ പക്ഷെ അങ്ങയുടെ ഈ ശരീരത്തിന് കാരണമായിട്ടുള്ള അങ്ങയുടെ പിതാവിനെ നോക്കിയാലും, മരിച്ചുപോയ ദശരഥനെ, പരമാത്മാവിന് ജനനമില്ലാത്തത് കൊണ്ട്, അതായത് ഭഗവാനായിട്ട് ജനിച്ചതുകൊണ്ടാണ് മാതാവ് പിതാവെന്നൊക്കെ അല്ലേ, അല്ലെങ്കിൽ പരബ്രഹ്മത്തിന് മാതാവും പിതാവും ഒന്നുമില്ലോ, എങ്കിലും അങ്ങ് അവതരിച്ചിരിക്കുകയാണല്ലോ മനുഷ്യനായിട്ട്. അതുകൊണ്ട് ആ പിതാവിനെ ആദരിച്ച് ബാക്കിയുള്ളവർക്കും ഇതുപോലെ പിതൃഭക്തി ഉണ്ടാവണമെന്ന് ഒന്ന് കാണിക്കാനായിട്ട്, ഉദാഹരിക്കാനായിട്ട് അങ്ങയുടെ ഈ പിതാവിനെ ഒന്ന് നോക്കിയാലും എന്ന് പറഞ്ഞു. എന്നിട്ടോ ഇനി അടുത്ത 35. തതോപശ്യദ്വിമാനസ്ഥം രാമോ ദശരഥം പുരാ നനാമ ശിരസാ പാദൗ മുദ ഭക്ത്യാ സഹാനുജ. തതഃ രാമ, അതിനുശേഷം രാമൻ വിമാനസ്ഥം ദശരഥൻ, വിമാനത്തിലിരിക്കുന്ന ദശരഥനെ പുരഃ അപശ്യത്, മുൻഭാഗത്തിൽ കണ്ടു, മുദ ഭക്തിയ, വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഭക്തിയോടും, സഹ അനുജാം, അനുജനോട് കൂടിയവനായിട്ട്, അതായത് ലക്ഷ്മണനോട് കൂടിയ, ശിരസ് കൊണ്ട് പാദവും, ദശരഥൻ്റെ പാദങ്ങളെ നമിച്ചു. അതായത് ശിവൻ പറഞ്ഞത് കേട്ട് നോക്കിയ രാമൻ വിമാനത്തിലിരിക്കുന്ന ദശരഥനെ മുൻഭാഗത്തിൽ കണ്ടു. സന്തോഷത്തോടും ഭക്തിയോടും കൂടി രാമലക്ഷ്മണന്മാർ ആ അച്ഛൻ്റെ പാദങ്ങളെ ശിരസ്സുകൊണ്ട് നമസ്കരിച്ചു. ആലിങ്ങി 35 വായിച്ച് 36 പോവാം. തതോപശ്വദ്വിമാനസ്ഥം രാമോ ദശരഥം പുരാ നനാമ ശിരസാ പാദൗ മുദാ ഭക്ത്യാ സഹാനുജ. ആലിംഗ്യമൂർധന്യവഘ്രായ രാമം ദശരഥോബ്രവീദ് താരിതോസ്മി ത്വയാ വത്സാ സംസാരാത് ദുഃഖസാഗരാത് ഇത്യുക്ത്വാ പുനരാലിംഗ്യ യയൗ രാമേണ പൂജിത. ദശരഥൻ രാമനെ ആലിംഗനം ചെയ്തിട്ട് മൂർധനി, ശിരസിൽ, അവഘ്രായ, വാസനിച്ചിട്ട്, അബ്രവീത് പറഞ്ഞു. എന്താ പറഞ്ഞ? വത്സ, ഹേ വത്സ, ത്വയ, നിന്നാൽ, അഹം, ഞാൻ, ദുഃഖസാഗരാത്, സംസാരാത്, ഈ ദുഃഖസാഗരമായിട്ടുള്ള സംസാരത്തിൽ നിന്ന്, താരിതഃ അസ്മി, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അതായത് ഞാൻ തരിപ്പിക്കപ്പെട്ടവനായിരിക്കുന്നു, അതായത് ഞാൻ ആ സംസാര സാഗരത്തിനെ കടന്നു നീ കാരണം. ഇതി ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞിട്ട്, ആലിംഗ്യ, പിന്നെയും ആലിംഗനം ചെയ്തിട്ട്, രാമനാൽ പൂജിക്കപ്പെട്ടവനായിട്ട്, യയൗ, പോയിന്ന്. അതായത് ദശരഥ രാജാവ് രാമനെ ആലിംഗനം ചെയ്ത് ശിരസ്സിൽ ചുംബിച്ച് പറഞ്ഞു, ഹേ വത്സ, ദുഃഖസമുദ്രമായിട്ട് സംസാരത്തിൽ നിന്ന് നീ എന്നെ കയറ്റി വിട്ടുട്ടോ എന്ന് പറഞ്ഞ് പിന്നെയും ആലിംഗനം ചെയ്തു. രാമൻ വീണ്ടും നമസ്കരിച്ചു. ദശരഥ മഹാരാജാവ് പോവുകയും ചെയ്തു. ആലിംഗ്യമൂർധന്യവഘ്രായ രാമം ദശരഥോബ്രവീദ് താരിതോസ്മി ത്വയാ വത്സാ സംസാരാത് ദുഃഖസാഗരാത് ഇത്യുക്ത്വാ പുനരാലിംഗ്യ യയൗ രാമേണ പൂജിത. 37. രാമോപി ദേവരാജം തം ദൃഷ്ട്വാ പ്രാഹ കൃതാഞ്ജലിം മൽകൃതേ നിഹതാൻ സംഖ്യേ വാനരാൻ പതിതാൻ ഭുവി ജീവയാസു സുധാവൃഷ്ട്യാ സഹസ്രാക്ഷ മമാജ്ഞയാ. കൃതാഞ്ജലിം, അതായത് കൈകൂപ്പിയിട്ട് നിൽക്കുന്ന, തം ദേവരാജം, ആ ദേവരാജാവിനെ, ദൃഷ്ട്വ, ദർശിച്ചിട്ട്, രാമനും പ്രാഹ പറഞ്ഞു,
സംഖ്യേ മീൻസ് യുദ്ധത്തിൽ മത്കൃതേ ഞാൻ കാരണമായിട്ട് നിഗ്രഹിക്കപ്പെട്ടവരും ഭുവി പതിതാൻ ഭൂമിയിൽ വീണവരുമായ വാനരന്മാരെ സഹസ്രാക്ഷ ഇന്ദ്രനോട് പറയാ, ഹേ 1000 അക്ഷികളോട് കൂടിയവനെ മമ ആജ്ഞയ എൻ്റെ ആജ്ഞപ്രകാരം സുധാവൃഷ്ട്യ അമൃതവർഷം കൊണ്ട് ആശു ജീവയ അമൃതുണ്ടല്ലോ ദേവേന്ദ്രൻ്റെ അല്ലേ, ആ അമൃത് വർഷിച്ചിട്ട് അവരെ ജീവിപ്പിക്കാൻ പറഞ്ഞു മരിച്ച വാനന്മാരെ. എന്താ പറഞ്ഞാൽ ശ്രീരാമൻ്റെ മുമ്പിൽ തലയിൽ കൈ വെച്ച് തൊഴുത് നിൽക്കണ ദേവേന്ദ്രനോട്, തലയിൽ കൈ വെച്ചിട്ട് തൊഴുത് നിൽക്കണ ദേവേന്ദ്രനെ അങ്ങനെയാണല്ലോ സ്തുതിച്ചത്. അത് കഴിഞ്ഞാൽ അപ്പം ആ ദേവേന്ദ്രനോട് ശ്രീരാമൻ പറഞ്ഞു, ഹേ സഹസ്രാക്ഷ എന്താണ് ദേവേന്ദ്രന് 1000 കണ്ണുകളുണ്ടെന്നാണ് പറയുക. ഹേ സഹസ്രാക്ഷ 1000 കണ്ണുള്ള ദേവേന്ദ്ര, എനിക്ക് വേണ്ടി യുദ്ധത്തിൽ ശത്രുക്കളാൽ നിഗ്രഹിക്കപ്പെട്ട ഭൂമിയിൽ വീണ് കിടക്കണ അനവധി വാനരന്മാരുണ്ട്. അവരെയൊക്കെ എൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അനുസരിച്ച് അങ്ങ് അമൃത വർഷം ചെയ്തിട്ട് അവരെയൊക്കെ ജീവിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇന്ദ്രനോട് ആജ്ഞയാണ്, എൻ്റെ ആജ്ഞ ഇതാണ്, അങ്ങൊരു കാര്യം ചെയ്യൂ, ഈ യുദ്ധത്തിൽ പിന്നെ ശത്രുക്കളുടെ അമ്പുകെട്ട് മരിച്ച അനവധി വാനന്മാരുണ്ട്, അവരെയൊക്കെ ഒന്ന് അമൃതം വർഷിച്ച് ജീവിപ്പിച്ചാലും എന്ന് ദേവേന്ദ്രനോട് പറഞ്ഞു. അതെ, രാമോപി ദേവരാജം തം ദൃഷ്ട്വാ പ്രാഹ കൃതാഞ്ജലിം മൽകൃതേ നിഹതാൻ സംഖ്യേ വാനരാൻ പതിതാൻ ഭുവി ജീവയാ സുസുധാവൃഷ്ട്യാ സഹസ്രാക്ഷ മമാജ്ഞയാ. ഇനി 38. തഥേത്യമൃതവൃഷ്ട്യാ താൻ ജീവയാമാസ വാനരാൻ യേ മൃഥേ പൂർവം തേ സുപ്തോത്ഥിതാ ഇവ നോത്ഥിതാ രാക്ഷസാസ്തത്ര പീയൂഷസ്പർശനാദപി. യഥായിതി ശരി അങ്ങനെയാവാം, അപ്രകാരം തന്നെ എന്ന് പറഞ്ഞിട്ട് അമൃതവൃഷ്ടി അമൃതം വർഷിച്ചുകൊണ്ട് താൻ വാനരാൻ ആ വാനരന്മാരെ ജീവയാമാസ ജീവിപ്പിച്ചു. പൂർവം മുമ്പ് മൃഥേ യുദ്ധത്തിൽ യേ മൃതാഹ ആരൊക്കെയാണ് ആദ്യാദ്യം മരിച്ചത്, തേ അവർ സുപ്തോത്ഥിത അവരൊക്കെ ആദ്യാദ്യം മരിച്ചവരൊക്കെ ആദ്യാദ്യം ഉറങ്ങി നീട്ട പോലെ നീട്ടു മരണത്തിൽ നിന്ന്. പിന്നെ മരിച്ചവർ പിന്നെ ഉറങ്ങി നീക്കണ പോലെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റു. തത്ര രാക്ഷസ അവിടെയുള്ള രാക്ഷസന്മാർ പീയൂഷസ്പർശനാത് അഭി അമൃതസ്പർശനം കൊണ്ടും ഉത്ഥിത ചത്തു കിടക്കുന്ന രാക്ഷസന്മാരെ അമൃതം സ്പർശിച്ചിട്ട് പോലും അവർ നീട്ടതുമില്ല. ഭഗവാന്റെ ഇച്ഛ അതല്ല, അതാണേ. അങ്ങനെ ചെയ്യാം എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു. ഇവരൊക്കെ അമൃതവർഷം പൊഴിച്ച് ജീവിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു ശരി ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ അമൃതവർഷം കൊണ്ട് യുദ്ധത്തിൽ മുമ്പ് മരിച്ചു വീണ എല്ലാ വാനരന്മാരെയും ജീവിപ്പിച്ചു. ഉറങ്ങി ഉണർന്ന പോലെ അവരെല്ലാവരും നീട്ടു. എന്നാൽ ആ യുദ്ധഭൂമിയിൽ തന്നെ മരിച്ചു കിടക്കുന്ന രാക്ഷസന്മാർക്ക് അമൃതസ്പർശനം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയതുമില്ല. ദേവേന്ദ്രൻ്റെ അമൃതവർഷാദിയല്ല, അതായത് ശരിക്കും ഭഗവാന്റെ സങ്കല്പമാണ്. ഭഗവാൻ അമൃതം കൊണ്ട് ജീവിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ സങ്കല്പം ഇല്ലാച്ചാൽ അമൃതം കൊണ്ടും ജീവിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഭഗവാന്റെ സങ്കല്പം ഉണ്ടെങ്കിൽ അവർ വെറുതെ ഒരു കടാക്ഷം മതി, അവർ അമൃതമൊന്നും ഇല്ലാണ്ട് തന്നെ നീക്കും. പക്ഷെ ദേവേന്ദ്രന് അമൃതം ഉണ്ടാവുകൊണ്ട് ഭഗവാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എപ്പോഴും ഈശ്വര സങ്കല്പം മാത്രമേ നടക്കുള്ളൂ. ദേവേന്ദ്രൻ്റെ അമൃത ചില രാക്ഷസന്മാരുടെ മേലുമൊക്കെ ആയിരുന്നു, പക്ഷെ അവരൊന്നും നീട്ടി വന്നില്ല. കാരണം ഭഗവാന്റെ സങ്കല്പം എന്തായിരുന്നു, ഈ വാനരന്മാരെ പുനർജീവിക്കണം എന്നായിരുന്നു, രാക്ഷസന്മാർ ജീവിക്കണം എന്നില്ല. അപ്പോൾ ഇതൊന്നാണ് മനസ്സിലാക്കേണ്ട, എന്തൊക്കെ ചെയ്താലും ഭഗവാന്റെ ഇച്ഛ പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തഥേത്യമൃതവൃഷ്ട്യാ താൻ ജീവയാമാസ വാനരാൻ യേ മൃതേ പൂർവം തേ സുപ്തോത്ഥിതാ ഇവ നോത്ഥിതാ രാക്ഷസാസ്തത്ര പീയൂഷസ്പർശനാദപി.
ഇനി 39-40. വിഭീഷണസ്തു സാഷ്ടാംഗം പ്രണിപത്യാബ്രവീദ്വച ദേവമാമനുഗൃഹ്ണീഷ്വ യദി തേ മയ്യനുഗ്രഹ മംഗലസ്നാനമദ്യത്വം കുരു സീതാ സമന്വിത അലങ്കൃത്യ സഹ ഭ്രാത്ര ശ്വോ ഗമിഷ്യാമഹേ വയം. വിഭീഷണനാകട്ടെ സാഷ്ടാംഗം പ്രണിപത്യ, സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് വച അബ്രവീത്, ഈ വാക്കുകളെ പറഞ്ഞു. ഹേ ദേവ, മയി എന്നിൽ, തേ നിന്തിരുവടിക്ക്, അനുഗ്രഹ യതി എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവുകയാണെങ്കിൽ, മാം എന്നെ അനുഗ്രഹീഷ്വ, എന്നെ അനുഗ്രഹിച്ചാലും, ത്വം നിന്തിരുവടി, അദ്യ സീതാസമന്വിത, ഇപ്പോൾ സീതാസമേതനായിട്ട് മംഗലസ്നാനം കുരു, വേഗം സ്നാനം ചെയ്താലും, വളരെ മംഗളമായിട്ടുള്ള സ്നാനം ചെയ്താലും, അലങ്കരിച്ചിട്ട് ഭ്രാത്രസഹ, ഭ്രാതാവിനോടുകൂടെ, അതായത് ലക്ഷ്മണനോടും സീതയോടും കൂടി, ശ്വഹ നാളെ, വയം ഗമിഷ്യാമഹേ, നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. വിഭീഷണൻ എന്താ പറയണേ? ശ്രീരാമൻ അയോധ്യയിലേക്ക് പോവാൻ റെഡിയായിട്ട് നിൽക്കണ കണ്ടപ്പോൾ വിഭീഷണൻ ചോദിച്ചു, വിഭീഷണൻ ശ്രീരാമനെ വേഗം സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഹേ പ്രഭോ, അങ്ങയ്ക്ക് എന്നിൽ സ്നേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിക്കണം എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കൂ. സീതാദേവിയുടെ കൂടെ ഇപ്പം തന്നെ അങ്ങ് മംഗള സ്നാനമൊക്കെ ചെയ്യൂ. എന്നിട്ട് സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി അലങ്കാരങ്ങളൊക്കെ ധരിച്ച് നാളെ നമുക്ക് അയോധ്യയിലേക്ക് പോയാൽ പോരെ എന്ന് ചോദിച്ചു. എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം നാളെ പോവാമെന്ന് പറഞ്ഞു. വിഭീഷണസ്തു സാഷ്ടാംഗം പ്രണിപത്യാബ്രവീദ്വച ദേവ മാം അനുഗൃഹീഷ്വ, എന്നെ അനുഗ്രഹിച്ചാലെന്ന്. യതിതേ മയ്യനുഗ്രഹ മംഗലസ്നാനമദ്യത്വം കുരു സീതാസമന്വിത അലങ്കൃത്യ സഹ ഭ്രാത്ര ശ്വച നാളെയാണ്, ശ്വഹച നാളെ എന്നാണ്. ശ്വോ ഗമിഷ്യാമഹേ വയം, നമുക്ക് എല്ലാവർക്കും കൂടി നാളെ പോവാമെന്ന് പറഞ്ഞു. അപ്പം 41-42 വായിക്കാം. വിഭീഷണവച ശ്രുത്വാ പ്രത്യുവാച രഘുത്തമ സുകുമാരോതിഭക്തോ മേ ഭരതോ മാമവേക്ഷതേ ജഡാവൽക്കലധാരീ സാ ശബ്ദബ്രഹ്മസമാഹിത കഥം തേന വിനാ സ്നാനമലങ്കാരാധികം മമ. വിഭീഷണന്റെ വാക്കുകളെ ശ്രുത്വ കേട്ടിട്ട് രഘുത്തമൻ ശ്രീരാമൻ പ്രത്യുവാച മറുപടി പറഞ്ഞു, സുകുമാര അതിസുന്ദരനും മേ അതിഭക്ത എൻ്റെ പേരിൽ അങ്ങേയറ്റം ഭക്തിയുള്ളവനും ആയ ഭരതൻ മാം എന്നെ അപേക്ഷതയെ, അവിടെ കാത്തിരിക്കണം ഭരതൻ എന്നെ. അതെ, വളരെ സുകുമാരനും കാണാൻ നല്ല ഭംഗിയുള്ളതും എന്നെ അതീവ ഭക്തിയുള്ള ഈ ഭരതൻ എന്നെ അവിടെ കാത്തിരിക്കുകയാണ്. ജഡാവൽക്കലങ്ങളെ ധരിച്ചിരിക്കുന്ന എന്നെ പോലെ തന്നെ ജഡയും മരവുരിയൊക്കെ ധരിച്ചിരിക്കണ അവൻ ശബ്ദബ്രഹ്മസമാഹിത, ശബ്ദബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിച്ച്, അതായത് ഓം ഉള്ള ശബ്ദത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് തപസ്സാണ്. തേന വിന, അവനോട് കൂടാതെ മമ എനിക്ക് സ്നാനം, എനിക്ക് ഇനി ഭരതനെ കാണാണ്ട, ഭരതൻ്റെ കൂടെ അല്ലാണ്ട കുളിയും അലങ്കാരം മുതലായതും കഥം ഞാൻ എങ്ങനെ ചെയ്യും? പാവല്ലേ, എത്ര കാലമായിട്ട് കാത്തിരിക്കില്ലേ, 14 കൊല്ലം. ഈ ശ്രീരാമനെ പോലെ തന്നെ ജടയും മരവുരിയും ധരിച്ച് എങ്ങനെയാണ് ശ്രീരാമൻ കാട്ടിൽ ജീവിക്കണം, അതുപോലെയാണ് ഭരതൻ നന്ദിഗ്രാമത്തിൽ ജീവിച്ചത്. വിഭീഷണൻ്റെ വാക്ക് കേട്ടപ്പോൾ ശ്രീരാമൻ മറുപടി പറഞ്ഞു, അത്യന്തം സുകുമാരനും അല്ലെങ്കിൽ ഭംഗിയുള്ള എന്നിൽ എത്രയും പരിശുദ്ധമായിട്ടുള്ള ഭക്തിയോടുകൂടിയ ഭരതൻ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിരഹം കാരണം ജഡാവൽക്കളങ്ങളൊക്കെ ധരിച്ച് പ്രണവമന്ത്രത്തിനെ ധ്യാനിച്ചും കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അവനോട് കൂടാതെ ഞാൻ ഈ മംഗളസ്നാനം കഴിച്ച് വസ്ത്രാലങ്കാരികളെ സ്വീകരിക്കുന്നത് ശരിയല്ല. അത് ഞാൻ എങ്ങനെ ചെയ്യും അവനെ കൂടാതെന്ന്. വിഭീഷണവച ശ്രുത്വാ പ്രത്യുവാച രഘുത്തമ സുകുമാരോതി ഭക്തോ മേ ഭരതോ മാമവേക്ഷതേ ജഡാവൽക്കലധാരീ സാ ശബ്ദബ്രഹ്മസമാഹിത കഥം തേന വിനാ സ്നാനം അലങ്കാരാധികം മമ. 43. അത സുഗ്രീവമുഖ്യാംസ്ത്വം പൂജയാശു വിശേഷത പൂജിതേഷു കപീന്ദ്രേഷു പൂജിതോഹം ന സംശയ.
അതുകൊണ്ട് സുഗ്രീവമുഖ്യന്മാരെ വിശേഷമായിട്ട് ആശു പൂജയ വേഗം പൂജിച്ചു. സുഗ്രീവനൊക്കെ കാരണമാണല്ലോ രാവണനെ കൊല്ലാൻ സാധിച്ചത്. അപ്പം അവരെയൊക്കെ പൂജിച്ചു. കവീന്ദ്രേഷു ഈ കവി ശ്രേഷ്ഠന്മാരെ പൂജിക്കപ്പെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ പൂജിത. അവരെ പൂജിച്ചാൽ എന്നെ പൂജിച്ച ഫലായി എന്ന് സംശയമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മംഗളസ്നാനം കഴിക്കാനോ അലങ്കാരങ്ങളിടാനോ റെഡിയല്ല. ഭരതൻ അവിടെ കാത്തിരിക്കുമ്പോൾ അതുകൊണ്ട് ഹേ വിഭീഷണ, നീയ് സുഗ്രീവൻ മുതലായിട്ടുള്ള വാനരശ്രേഷ്ഠന്മാരെ ഒട്ടും കാലതാമസം കൂടാതെ വിശേഷമായിട്ട് അവരെ സൽക്കരിച്ച് ആദരിക്കൂ, അല്ലെങ്കിൽ പൂജിക്കൂ. വാനരശ്രേഷ്ഠന്മാരെ പൂജിച്ചാൽ അത് എന്നെ പൂജിച്ചതിന് തുല്യാണ് എന്നെ പൂജിച്ചതിന് തുല്യാണ്. ഒരു സംശയവും വേണ്ട. ഈ വാനരശ്രേഷ്ഠന്മാരെ പൂജിക്കണം, എന്നെ പൂജിക്കണം തുല്യാണ്. ഒരു വിഷമവും വേണ്ട. എനിക്കിപ്പോൾ മംഗളസ്നാനം കഴിക്കാനും അലങ്കാരം ചെയ്യാനും പറ്റില്ല. സുഗ്രീവമുഖ്യാംസ്ത്വം പൂജയാശു വിശേഷത പൂജിതേഷു കവീന്ദ്രേഷു പൂജിതോഹം ന സംശയ. പിന്നെയോ 44 ഇത്യുക്തോ രാഘവേണാശു സ്വർണരത്നാംബരാണി ച വവർഷ രാക്ഷസശ്രേഷ്ഠ യഥാകാമം യഥാരുചി. രാഘവനാൽ ഇതി ഉക്ത, ഇപ്രകാരം പറയപ്പെട്ട രാക്ഷസശ്രേഷ്ഠൻ ആശു വേഗത്തിൽ യഥാക്രമം അതായത് ക്രമത്തിൽ രുചിക്ക് തക്കവണ്ണം സ്വർണരത്നാംബരാണി സ്വർണങ്ങളും രത്നങ്ങളും വസ്ത്രങ്ങളും ഇവയെ വർഷിക്കുകയും ചെയ്തു. ഇങ്ങനെ ശ്രീരാമൻ പറയണത് കേട്ടപ്പോൾ വിഭീഷണൻ വേഗം വാനര ശ്രേഷ്ഠന്മാർക്കൊക്കെ അവർക്ക് വേണ്ടത്ര സ്വർണവും രത്നവും പട്ട് വസ്ത്രങ്ങളും ഒക്കെ നൽകി അവരെ സന്തോഷിപ്പിച്ചു എന്ന്. ഇങ്ങനെ ചെയ്തോളാൻ പറഞ്ഞില്ലേ, ഇവരെ സൽക്കരിക്കുകയും പൂജിക്കുകയും ചെയ്തു പറഞ്ഞില്ലേ, എന്നെ പൂജിച്ചതിന് തുല്യമായി എന്ന് പറഞ്ഞപ്പോൾ വിഭീഷണൻ വേഗം പോയിട്ട് ഒരു കാലതാമസം ഇല്ലാതെ പോയിട്ട് ഈ വാനരശ്രേഷ്ഠന്മാർക്ക് ഓരോരുത്തർക്കും അവർക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ സ്വർണവും രത്നവും പട്ടുവസ്ത്രമൊക്കെ നൽകി അവരെ സന്തോഷിപ്പിച്ചു. ഇത്യുക്തോ രാഘവേണാശു സ്വർണരത്നാംബരാണി ച വവർഷ രാക്ഷസശ്രേഷ്ഠ യഥാകാമം യഥാരുചി. 45 തതസ്താൻ പൂജിതാൻ ദൃഷ്ട്വാ രാമോ രത്നൈശ്ച യൂഥപാൻ അഭിനന്ദ്യ യഥാന്യായം വിസസർജ ഹരീശ്വരാൻ. അതിനുശേഷം രത്നൈഹി ച രത്നങ്ങളാലും പൂജിക്കപ്പെട്ടിരിക്കുന്ന താൻ യൂഥപാൻ ആ വാനരസംഘത്തെ ദൃഷ്ട്വ കണ്ടിട്ട് രാമൻ ഹരീശ്വരാൻ ആ വാനര ശ്രേഷ്ഠന്മാരെ യഥാന്യായം അവരെയൊക്കെ അഭിനന്ദിച്ചു. എന്നിട്ട് വിസസർജ പറഞ്ഞയച്ചു. അതായത് വസ്ത്രങ്ങളും ആഭരണങ്ങളും രത്നങ്ങളും കൊണ്ട് സൽക്കരിക്കപ്പെട്ട ഈ വാനര സംഘത്തിനെ കണ്ട് സന്തോഷിച്ചിട്ട് രാമൻ ഓരോരുത്തരോടും എന്താണ് പറയേണ്ടത് വെച്ചാൽ അതുപോലെ നന്ദിയോ സന്തോഷമോ ഒക്കെ പറഞ്ഞിട്ട് അവരിൽ തനിക്കുള്ള എത്ര സന്തോഷമായി അവർ കാരണം എന്നൊക്കെ അവരോട് പറഞ്ഞതിന് ശേഷം അവരോട് സ്വന്തം ഗൃഹങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. അവരോട് ഇനി പൊക്കോളൂ പറഞ്ഞു. അതായത് സുഗ്രീവൻ ആദരിച്ചതിന് ശേഷം നിങ്ങൾക്ക് നന്നായി ഈ സുഗ്രീവൻ്റെ ആദരവ് നിങ്ങളെ അർഹിക്കണത് തന്നെയാണ്, അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവരെ കണ്ട് സന്തോഷിച്ചിട്ട് ഓരോരുത്തരോടും എന്താ പറയേണ്ട വെച്ചാൽ അതുപോലെ പറഞ്ഞ് തൻ്റെ സന്തോഷമൊക്കെ അവരെ മനസ്സിലാക്കിപ്പിച്ച് അവരോട് പൊക്കോളാൻ പറഞ്ഞു. തതസ്ഥാൻ പൂജിതാൻ ദൃഷ്ട്വാ രാമോ രത്നൈശ്ച യൂഥപാൻ അഭിനന്ദി യഥാന്യായം വിസസർജ ഹരീശ്വരൻ വിഭീഷണസമാനീതം പുഷ്പകം സൂര്യവർച്ചസം ആരുരോഹ തതോ രാമസ്തദ്വിമാനമനുത്തമം. കേട്ടോ, അതിനുശേഷം സമാനീതം വിഭീഷണനാൽ കൊണ്ടുവരപ്പെട്ടതും സൂര്യവർച്ചസം സൂര്യനെ പോലെ ശോഭയുള്ളതും പുഷ്പകം എന്നു പേരുള്ളതുമായ അനുത്തമം തദ്വിമാനം അതുല്യമായ, അതായത് അതിനോട് കിടപിടിക്കുന്നൊരു വിമാനം വേറെ ഇല്ല, അതിനോട് തുല്യമായിട്ട് അങ്ങനെയുള്ള അനുത്തമം, അതായത് അതിന് അത്ര വിശേഷമായിട്ടുള്ള അത്യുത്തമമായ ആ വിമാനത്തെ രാമൻ ആരുരോഹ കയറി, ആ വിമാനത്തിൽ കയറി. അങ്ങനെ വാനന്മാരൊക്കെ സൽക്കരിച്ചതിന് ശേഷം വിഭീഷണൻ ആ അത്യുത്കൃഷ്ടവും സൂര്യനെ പോലെ പ്രകാശിക്കുന്നതുമായ പുഷ്പവിമാനത്തെ കൊണ്ടുവന്നു
രാമൻ അതിൽ കയറി. വിഭീഷണസമാനീതം പുഷ്പകം സൂര്യവർച്ചസം ആരുരോഹ തതോ രാമസ്തദ്വിമാനം അനുത്തമം അംഗേ നിധായ വൈദേഹീം ലജ്ജമാനാം യശസ്വിനീം ലക്ഷ്മണേന സഹ ഭ്രാത്ര വിക്രാന്തേന ധനുഷ്മത. ലജ്ജമാനാം ലജ്ജിക്കുന്നവളും യശസ്വിനിയും വളരെ കീർത്തിയുള്ളവളും ആയിട്ടുള്ള വൈദേഹിം ആ സീതാദേവിയെ അംഗേ നിധായ മടിയിലിരുത്തിയിട്ട് ധനുഷ്മത വില്ലോടുകൂടി വിക്രാന്തേന പരാക്രമശാലിയായ ഭ്രാതാസഹ ഭ്രാതാവിനോട് കൂടെ എന്ന് പറഞ്ഞ് വിമാനത്തിൽ കയറിയിരുന്നു എന്ന്. അതായത് എന്താ പറഞ്ഞ എല്ലാ ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് പിന്നെ ഭർത്താവിൻ്റെ സമീപത്തിലിരിക്കുന്നതിൽ കുറച്ച് ലജ്ജയുണ്ട് സീതാദേവിക്ക്. എല്ലാവരും നോക്കി നിൽക്കുക. അതുകൊണ്ടാണ് ലജ്ജയോടുകൂടിയവളും മനസ്സിന് ധൈര്യം, ഭർത്താവിനോടുള്ള സ്നേഹം, പാതിവ്രത്യം, ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് വളരെ കീർത്തി ഉള്ളവളും ആയ സീതയെ ശ്രീരാമൻ മടിയിലിരുത്തി. ലജ്ജയോടുകൂടിയെന്ന് പറഞ്ഞുല്ലോ, യശസ്വിനി എന്നും പറഞ്ഞു. സൽകീർത്തിയുള്ളവളും ലജ്ജാവതിയുമായ സീതാദേവിയെ ശ്രീരാമൻ മടിയിലിരുത്തി. എന്നിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള വില്ല് കയ്യിൽ ധരിച്ചിരിക്കുന്ന പരാക്രമശാലിയായിട്ടുള്ള ലക്ഷ്മണനും രാമനോട് കൂടി വിമാനത്തിൽ കയറി. അംഗേ നിധായ വൈദേഹിം ലജ്ജമാനാം യശസ്വിനിം ലക്ഷ്മണേന സഹ ഭ്രാത്ര വിക്രാന്തേന ധനുഷ്മത. അബ്രവീച്ച വിമാനസ്ഥ ശ്രീരാമ സർവവാനരാൻ സുഗ്രീവം ഹരിരാജം ച അംഗദം ച വിഭീഷണം. വിമാനത്തിലിരിക്കുന്ന ശ്രീരാമൻ സർവവാനരാൻ എല്ലാ വാനരന്മാരോടും ഹരിരാജം സുഗ്രീവം ച അതായത് വാനര രാജാവായ സുഗ്രീവനോടും അംഗദം ച അംഗദനോടും വിഭീഷണോടും അബ്രവീത് പറയുകയും ചെയ്തു. വിമാനത്തെ കയറിയിരുന്നിട്ട് ശ്രീരാമൻ സകല വാനരന്മാരോടും വാനര രാജാവായിട്ടുള്ള സുഗ്രീവനോടും പിന്നെ രാക്ഷസരാജാവായി ഇപ്പം അഭിഷേകം ചെയ്യപ്പെട്ട വിഭീഷണനോടും യുവരാജാവായിട്ടുള്ള അതായത് ബാലിയുടെ മകനായിട്ടുള്ള അംഗദനോടും ഇപ്രകാരം പറഞ്ഞു. ആരെ? ശ്രീരാമൻ. അപ്പം നമുക്ക് പിന്നെ എത്രാമത്തെ കഴിഞ്ഞപ്പോൾ എത്രാമത്തെയാണ്? 40 അതെ, അത് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി 49. മിത്രകാര്യം കൃതം സർവം ഭവദ്ഭി സഹവാനരൈ അനുജ്ഞാതാ മയാ സർവേ യഥേഷ്ടം ഗന്ധുമർഹത. വാനരൈ സഹ വാനരന്മാരോട് കൂടി ഭവദ്ഭി ഭവാന്മാരാൽ മിത്രകാര്യം സർവം കൃതം അതായത് എന്നോട് ചെയ്യാമെന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ മുഴുവൻ കഴിഞ്ഞു, ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു നിങ്ങൾ സർവന്മാരും മയാ എന്നാൽ അനുജ്ഞാത എൻ്റെ സമ്മതം ഇപ്പം നിങ്ങൾക്കുണ്ട്. എന്തിന്? യഥേഷ്ടം ഇഷ്ടം പോലെ ഗന്ധും എവിടേക്കാച്ചാൽ പൊക്കോളൂ. അർഹത അങ്ങനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ എന്താ തരുന്നു. കാരണം എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു. അതായത് വാനരന്മാരോടുകൂടി നിങ്ങൾ ഈ വേണ്ട ഒരു മിത്രത്തിന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മുഴുവനും നിങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് എവിടെ വേണമെങ്കിൽ പോവാൻ ഞാൻ ഇത് അനുവാദം തന്നു എന്ന് പറഞ്ഞു. ഇനി പൊക്കോളൂ എന്ന് പറയാണ്. കാര്യമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ താങ്ക്സും പറഞ്ഞു. മിത്രകാര്യം കൃതം സർവം ഭവദ്ഭി സഹ വാനരൈ അനുജ്ഞാതാമയാ സർവേ യഥേഷ്ടം ഗന്ധുമർഹത. 50 കൂടി ചെയ്യാം. സുഗ്രീവ പ്രതിയാഹ്യാശു കിഷ്കിന്ധാം സർവസൈനികൈ സ്വരാജ്യേ വസലങ്കായാം മമ ഭക്തോ വിഭീഷണ. സുഗ്രീവ അല്ലയോ സുഗ്രീവ, സർവസൈനികൈ സകല സേനാധിപന്മാരോടുകൂടി കിഷ്കിന്ധയെ ആശു പ്രതിയാഹി കിഷ്കിന്ധയിലേക്ക് പൊക്കോളൂ സുഗ്രീവ. കൂടുള്ള എല്ലാ വാനരന്മാരെയും വാനര സേനാ നേതാക്കന്മാരെയും ഒക്കെ കൊണ്ട് നിങ്ങളുടെ രാജ്യമായിട്ടുള്ള കിഷ്കിന്ധയിലേക്ക് മടങ്ങിപ്പോക്കോളൂ. വിഭീഷണ അല്ലയോ വിഭീഷണ, മമ ഭക്താത്വം എൻ്റെ ഭക്തനായ നീ സ്വരാജ്യ നിൻ്റെ രാജ്യമായിട്ടുള്ള ലങ്കയിൽ വസ അവിടെ വസിച്ചാലും. സുഗ്രീവനോട് ആദ്യം പറഞ്ഞു ഭഗവാൻ, ഹേ സുഗ്രീവ, സേനാപതികളോടൊക്കെ കൂടി നീ വേഗം കിഷ്കിന്ധയിലേക്ക് എന്നെ മടങ്ങിപ്പോയിക്കോളൂ. നിങ്ങളുടെ രാജ്യം അതാണല്ലോ, അവിടേക്ക് എന്നെ മടങ്ങിപ്പോക്കോളൂ എന്നിട്ട് പറഞ്ഞു. എന്നിട്ട് പിന്നെ വിഭീഷണനോട് പറഞ്ഞു, ഹേ വിഭീഷണ, എന്നിൽ പരമപ്രേമത്തോടു കൂടിയ നിനക്ക് എന്നെ ഭയങ്കര ഭക്തിയാണെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള നീ ഈ സ്വന്തം രാജ്യമായിട്ടുള്ള ലങ്കയിൽ തന്നെ
വസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 50 വായിച്ചപ്പോൾ നിർത്താം. സുഗ്രീവ പ്രതിയാഹ്യാശു കിഷ്കിന്ധാം സർവസൈനികൈ സ്വരാജ്യേവ ലങ്കായാം മമ ഭക്തോ വിഭീഷണ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.